വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ റീഡിങ് വന്നിട്ട് എന്തൊക്കെ മെസ്സേജസ് ആണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് വയ്ക്കുന്നത് എന്തിനാണ്? എല്ലാവരും ഓടിപ്പോയിട്ട് അതൊക്കെ കണ്ടിട്ട് വരിക. ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനായിട്ട് സമയമായിട്ടുണ്ടാവുക. അപ്പോൾ റെസിനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഓക്കെ, അപ്പം നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നായിട്ട് മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് ഓടി വരും. ഫസ്റ്റ് തന്നെ വീണതാണ്. നമുക്കത് ഷഫിൾ ചെയ്യുന്നതിന് മുന്നായതുകൊണ്ട് അടുക്കുന്നില്ല. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. എന്തൊക്കെ മെസ്സേജസ് ആണ് ഇപ്പോൾ കേൾക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ അറിയേണ്ടത്. ഫസ്റ്റ് തന്നെ നമുക്ക്
അങ്ങ് വന്നിട്ടുള്ള കാർഡാണ് ഡെത്ത് കാർഡ്. Page of Swords, High Priestess, this one, this one, this one. ടവർ കാർഡ് ഇല്ലാത്ത കാര്യമില്ല, കണക്റ്റഡ് ആവുന്നുണ്ട്. സോ പ്ലീസ് നിങ്ങൾ മുന്നത്തെ റീഡിങ്സുമായിട്ട് ഒന്ന് കണക്റ്റ് നോക്കുക. കാരണം മുന്നത്തെ റീഡിങ്സുമായിട്ടുള്ള ഒരു സാമ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ സ്പ്രെഡ് എന്ന് പറയുന്നത് ഇതാണ്. എന്തൊക്കെ മെസ്സേജസ് ആണ് ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റുന്നത് എന്നൊന്ന് നോക്കിയേ. നിങ്ങളൊന്ന് കണ്ണടച്ച് നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ചെയ്തിട്ട് ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് എന്നൊന്ന് ചിന്തിച്ചോളൂ. ഞാൻ കുറച്ച് സമയം തരാം. ഫസ്റ്റ്ലി തന്നെ നമുക്ക് ഫസ്റ്റ് കാർഡിൽ തന്നെ ഒരു ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ്ലി തന്നെ നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൻ്റെ സ്റ്റേജ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു സ്റ്റേജ്, ഒരു പ്രത്യേക തരം സ്റ്റേജ് മാറി വേറൊരു സ്റ്റേജിലേക്ക് നിങ്ങൾ കടക്കാൻ പോവുകയാണ്. അതിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ പടപൊരുതാനായിട്ട് പോകുന്ന ഒരവസ്ഥ. അതായത് നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആലോചിച്ചും നിങ്ങളുടെ ബന്ധങ്ങളെ ആലോചിച്ചും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് വിഷമിച്ച് കരഞ്ഞ് പിഴിഞ്ഞ് ഒക്കെ ഇരുന്ന ദിവസങ്ങളായിരുന്നു ഇത്രയധികം നാളെന്ന് പറയുന്നത്. വളരെയധികം സമയം നിങ്ങളതിന് വേണ്ടി തുലച്ച് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് പുറത്ത് കടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയതായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കേജ് ആയിട്ട് പോയതായിരിക്കാം. പക്ഷെ ആ ഒരു കാര്യം, ആ ഒരു സെർട്ടൈൻ സംതിങ് നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങളെ അങ്ങോട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ലൈഫ് ഒരിക്കലും ഇനി മാറില്ല, ഈ ഒരു വേല തന്നെയാണ് പോവുള്ളൂ എന്ന് നിങ്ങൾ തന്നെ പ്രതീക്ഷിച്ച് ഉറപ്പിച്ചിരുന്ന സമയത്ത് നിന്നാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ഈ മാറ്റം കാണുന്നത്. ദാറ്റ് ഈസ് ഒരു ട്രാൻസ്ഫോർമേഷൻ. 111, 333, 555 നമ്മുടെ ചാനലിൻ്റെ ടൈറ്റിൽ 555 ഒക്കെ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1111 പോർട്ടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഒരു മുട്ടയിൽ നിന്നൊരു കോഴിക്കുഞ്ഞ് വിരിയുന്നതോ, അല്ലെങ്കിൽ അമ്മ പ്രസവിച്ച് മക്കളെ ഇതാക്കുന്നതോ, അങ്ങനത്തെ ജീവികളുടെ യഥാർത്ഥ പ്രസവം ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സംഭവം ഇപ്പോൾ ആരെങ്കിലും പ്രസവിച്ച് കിടക്കുന്ന നമ്മൾ പോയി കാണുന്നൊരു ഉണ്ണീനെ കാണുന്ന സിറ്റുവേഷനോ അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഒരു പിറവി ഈ ഭൂമിയിൽ ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരാൾക്ക്, ഒരമ്മ പിറവി കൊടുക്കുന്ന ആ ഒരു ബർത്ത് കൊടുക്കുന്ന ആ ഒരു കുട്ടിയുടെ ജനനം, അത് മൃഗങ്ങളാവാം, സകല ജീവജാലങ്ങളാവാം, എന്തിൻ്റെ ആയിക്കോട്ടെ, ആ ഒരു ജനനം നിങ്ങളിപ്പോൾ ഈ അടുത്ത് കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോവുമായിരിക്കാം, അല്ലെങ്കിൽ കണ്ടതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് റെസിനേഷൻ ചെയ്യാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഭൂമിയിലേക്ക് പിറവിയെടുക്കുന്ന, ജനനമെടുക്കുന്ന ഒരു കുഞ്ഞിനെയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ റീബർത്ത്, നിങ്ങളെ പുനർജീവിതം ആരംഭിക്കുക, നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ പുനർജീവിതം ആരംഭിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിലേക്ക് നിങ്ങൾ സകല കാൽ ചുവടുകളും എടുത്തു വെച്ച് കഴിഞ്ഞു. സകല എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം
നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ ആ ഒരു ലൈഫിനെ പരിപോഷിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ഇത്രയും കാലവും ടെൻഷൻ അടിച്ച് വിഷമിച്ച് എങ്ങനെ ജീവിക്കും എന്നറിയാതെ ഭയങ്കരമായിട്ടുള്ളൊരു ഡേഞ്ചർ സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. അതിൽ നിന്ന് ഒരിക്കലും പുതിയൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പഴയ പോലെയുള്ളൊരു ജീവിതത്തിലേക്ക് ഒരിക്കലും എനിക്ക് കടന്നു വരാൻ പറ്റില്ല എന്ന് നിങ്ങൾ തന്നെ ഉറപ്പിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കുന്നത്. കാരണം ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കാം, നിങ്ങൾ മറ്റുള്ളവരാൽ ചതിക്കപ്പെട്ടിരിക്കാം, പല രീതിയിൽ ക്യാഷ് കൊണ്ടായിരിക്കാം, ഫിസിക്കലി ആയിരിക്കാം, ഫിനാൻഷ്യലി ആയിരിക്കാം, പല രീതിയിലായിരിക്കും. അവരെ സഹായിച്ചതിൻ്റെ പേരിൽ നിങ്ങളെ ഇപ്പോൾ കടക്കാർ വന്ന് തെറി വിളിക്കുന്ന അവസ്ഥ വരെ എത്തിയിരിക്കാം. പക്ഷേ ഇതിൽ നിന്നും നിങ്ങൾ പുനർജനിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക്, കാരണം നിങ്ങൾ അവർക്ക് നല്ലത് വിചാരിച്ച് ചെയ്തതാണ്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മോശം ഉണ്ടാവാനോ മറ്റൊരാളെ ഉപദ്രവിക്കാനോ വേണ്ടി ചെയ്ത കാര്യങ്ങളല്ല. അവർ നന്നാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തതാണ്. പക്ഷെ അവരത് നിങ്ങളെ ഉപയോഗിക്കേണ്ട പോലെ അവർ ഉപയോഗിച്ചു. അതാണ് ഉണ്ടായ സത്യം. പക്ഷേ മുകളിലിരിക്കുന്ന യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ അവർ നിസ്സാരക്കാരല്ല എന്ന് മനസ്സിലാക്കുക. അവരെന്ത് ചെയ്തോ അതിൻ്റെ ഫലം അവർക്ക് 100 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. മിനിമം 100 ഇരട്ടി നമ്മളൊരു ഇതിൽ പറയുന്നതാണ്. മിനിമം 3 ഇരട്ടിയെങ്കിലും അവർക്ക് തിരിച്ചു കിട്ടും. ഇരട്ടി എന്ന് പറയുമ്പോൾ തന്നെ ചെയ്തതിൻ്റെ 10 മടങ്ങായി. അതിൻ്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി അതിൻ്റെ ആഘാതം അവർക്ക് എത്രമാത്രം താങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന്. നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളെ വിഷമിപ്പിച്ച് നിങ്ങളുടെ കണ്ണിൽ നിന്നും ഓരോ കണ്ണീര് വരുത്തിയ ആളുകളുണ്ട്. ആ ആളുകൾ അത്രയും സന്തോഷത്തോടു കൂടിയൊന്നും പോവത്തില്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളത് ചിന്തിച്ച് വെച്ചോളൂ. അത്രയ്ക്കും നിങ്ങളെ വിഷമിപ്പിച്ച ആളുകൾ സന്തോഷത്തോടെ എവിടേക്കും പോകത്തില്ല, സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് സാധിക്കുകയുമില്ല എന്ന് ഈ ഒരു റീഡിങ്ങിൽ ഊന്നി പറയുന്നുണ്ട്. കാരണം നിങ്ങൾ അതിൻ്റെ പേരിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഞാനിപ്പോഴും സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്നെ ഇത്രയും ദ്രോഹിച്ച ആൾ വേറെ ഒരു ഫാമിലി, വേറൊരു ലൈഫ്, വേറൊരു ജീവിതം, വേറൊരു കരിയർ, പ്രൊഫഷനൊക്കെ എടുത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞാനിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് അതിൽ നിന്നും റിക്കവർ ചെയ്ത് അത് ഫോർഗോട്ട് ചെയ്ത് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് ഇതുവരെയും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി നിങ്ങൾക്കതിന് സാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾക്കത് സാധിക്കും. നിങ്ങൾക്കത് സാധിക്കാതെ എവിടെ പോകാൻ? നിങ്ങളാണ് ഗോഡ് ചൂസൻ ചൈൽഡ്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ അത് കമൻറ്റ് ബോക്സിലും എത്ര എനർജിയിൽ ചെയ്യാൻ പറ്റുന്ന അത്ര എനർജിയിൽ ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ഹാവ് എ നൈസ് ഡേ. ബൈ.